എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത ശ്രീജിത്ത്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആൻഡ് ഹീലർ. ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയാണ്. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ ആകർഷണ നിയമം. അതായത് ഈ ആകർഷണ നിയമം നടക്കുന്നത് നമ്മുടെ ചിന്തകളിൽ കൂടിയാണ്. നമ്മൾ ഒരു ദിവസം എന്താണോ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ, പോസിറ്റീവാണോ നെഗറ്റീവാണോ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം പോകുന്നത് അല്ലേ. അപ്പം എന്താണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫ് നല്ലതായിരിക്കും. ചീത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും സെയിം അനുഭവങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. അപ്പോൾ ആ ചിന്തകൾക്കാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പം ആദ്യം ഞാൻ പറയാം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഊർജ്ജമുണ്ട്, ഒരു എനർജിയുണ്ട്. ആ എനർജിയെ ബേസ് ചെയ്താണ് അവരുടെ ലൈഫ് നടക്കുന്നത്. ഈ എനർജി രണ്ട് വിധം, പോസിറ്റീവ് നെഗറ്റീവ്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും എൻ്റെ ലൈഫിൽ സെയിം കാര്യങ്ങളായിരിക്കും എൻ്റെ ലൈഫിൽ നടക്കുന്നത്. എന്തുകൊണ്ട്? ഞാൻ ചിന്തിക്കുന്നത് നല്ല കാര്യമാണെങ്കിൽ എന്നിൽ ഒരു തരംഗം, ഒരു ഫ്രീക്വൻസി, ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയും അതിന് സെയിം മാച്ച് ആവുന്ന കാര്യങ്ങൾ എനിക്ക് ചുറ്റിനുമുണ്ട്. അത് പോയി മാച്ചായിട്ട് സെയിം കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നതായിരിക്കും. അതായത് ഞാൻ നല്ല കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ പ്രപഞ്ചം വിചാരിക്കുന്നത് ഇവൾ കൂടുതലും ചിന്തിക്കുന്നത് പോസിറ്റീവ് കാര്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ, അപ്പം ഇവൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇവൾക്ക് ആ സെയിം കാര്യം തന്നെ കൊടുക്കാം എന്നുള്ളതായിരിക്കും. നേരെ മറിച്ച് നെഗറ്റീവ് ചിന്തകളാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ പ്രപഞ്ചത്തിനറിയില്ല നല്ലത് ചീത്ത ഒന്നും അറിയില്ല. നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത് അത് നമ്മളിൽ തന്നെ കൊണ്ടെത്തിക്കും അല്ലേ. അപ്പം ഞാൻ നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് സെയിം, ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ആ കാര്യങ്ങളാണെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും സെയിം അനുഭവങ്ങളായിരിക്കും എൻ്റെ ലൈഫിൽ ഉണ്ടാവുക. അപ്പോൾ എന്താണ്, നമ്മൾ ആ ചിന്തകൾക്കാണ് മാറ്റം വരുത്തേണ്ടത് അല്ലേ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ വിചാരിക്കുന്നു എനിക്ക് 1,00,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടണം, എനിക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെയാണ് മാനിഫെസ്റ്റേഷൻ. അതായത് എൻ്റെ ആഗ്രഹം നടന്നു, എൻ്റെ മാനിഫെസ്റ്റേഷൻ നടന്നു അല്ലേ. അപ്പോൾ അതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു എനർജിയെ ബേസ് ചെയ്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം ആ എനർജിയെ നമ്മൾ ക്ലിയർ ചെയ്യുക. അതായത് ഇപ്പം നമ്മുടെ ഉള്ളിൽ ചില നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലേ, വലിയ വലിയ ട്രോമാസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അലട്ടുന്ന, അത് എത്ര മറക്കാൻ ശ്രമിച്ചാലും അത് പോവാതെ നമ്മളെ അലട്ടുന്ന കുറേ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ആ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം നമ്മുടെ ലൈഫിൽ. കാര്യം നമ്മൾ വീണ്ടും വീണ്ടും അത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ അത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ആ എനർജിയെ നമ്മളിൽ നിന്ന് മാറ്റണം. എനർജീനെ ഒരിക്കലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, പക്ഷെ അതിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ചില വ്യക്തികളോട് സംസാരിക്കാൻ ഭയങ്കര സന്തോഷം തോന്നാറുണ്ടല്ലേ. അവർ ചിലപ്പോൾ ഒന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ നമുക്ക് അവരെ അടുത്ത് എത്തുമ്പോൾ തന്നെ ഒരു വൈബ്രേഷൻ, ഒരു പോസിറ്റീവ് ഫീല് തോന്നാറുണ്ടല്ലേ. അപ്പോൾ അതെന്തായിരിക്കും, അവർ ചിലപ്പം പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളായിരിക്കും. അതുകൊണ്ടാണ് ആ വൈബ്രേഷൻ, ആ ഒരു ഓറ നമുക്കത് ഫീൽ ചെയ്ത് നമ്മളങ്ങ് ഹാപ്പി ആവുന്നത്. അതേപോലെയാണ് ഒരു നെഗറ്റീവ് വ്യക്തിയുടെ അടുത്ത് പോയാലും നമുക്ക് സെയിം ഫീലിംഗ്, ഒന്നും ചെയ്തില്ല എങ്കിലും നമുക്ക് എന്തോ പോലെ ഒരു അടുക്കാൻ തോന്നാത്തൊരു രീതി വരും അല്ലേ. അത് അവരുടെ ചിന്തകൾ കൊണ്ടാണ്. അപ്പം അതേപോലെ ആ ഇപ്പം നെഗറ്റീവ് വ്യക്തി നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചോ, നെഗറ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചോ, അത് നമ്മളെയും ബാധിക്കാറുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ആ വ്യക്തി നിങ്ങളോട് അയാളിലുള്ള നെഗറ്റീവിനെ ട്രാൻസ്ഫർ ചെയ്തു, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതേപോലെ നമുക്ക് നമ്മുടെ നെഗറ്റീവിന് വേറൊരാളോട് പറയല്ല വേണ്ട, നമുക്കതിനെ ഇല്ലാതാക്കണം. അപ്പം ഇല്ലാതാക്കാൻ പറ്റില്ല, അതിന് എന്താണ്, നമ്മളിൽ നിന്ന് പോകണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ ആ ഇൻസിഡൻറ്റ് എന്താണോ നമ്മുടെ ലൈഫിലുണ്ടായത് അത് ആദ്യം മുതൽ അവസാനം വരെ ക്ലിയറായിട്ട് 8 ലൈൻസിൽ കൂടുതൽ ആ പേപ്പറിലോട്ട് എഴുതുക. ആ പേപ്പറിലോട്ട് എഴുതുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് എനർജി നിങ്ങൾ ആ ഒരു പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്.
മോർ ദാൻ 8 ലൈൻസ്, 8 ലൈൻസിൽ കൂടുതൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പേപ്പർ നിങ്ങൾ ബേൺ ചെയ്ത് കളയുക. വായിക്കരുത്, എഴുതിയതിന് ശേഷം വായിക്കാൻ പാടില്ല. അത് എഴുതി നിങ്ങൾ കത്തിച്ച് കളയുക. ഇതിനെ പറയുന്നതാണ് ബേണിംഗ് ബൗൾ ടെക്നിക്ക്. അതായത് നിങ്ങളിൽ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീനെ നിങ്ങൾ എന്താണ് പുറത്തേക്ക് വിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്തു കളഞ്ഞു. ഇനി അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട. ചിലപ്പോൾ വൺ ടൈം എഴുതിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ നെഗറ്റീവ് ഇമോഷൻസ് കുറച്ച് വേദന കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുമോ അത്രയും നല്ലത്. അതായത് ആ നെഗറ്റീവ് ഇമോഷൻസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലിങ്സും ഇല്ലാത്തൊരവസ്ഥ എത്തും. അപ്പോഴാണ് അതിനെ ഹീലായി എന്ന് പറയുന്നത്. അതുവരെ നിങ്ങൾ ആ പേപ്പറിലോട്ട് ഇതുപോലെ എഴുതി എഴുതി കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെ പറയുന്നതാണ് ബേണിംഗ് ബോൾ ടെക്നിക്ക്. ഇത് ഭയങ്കര എഫക്റ്റീവ് ടെക്നിക്കാണ് കേട്ടോ. പറയുന്ന പോലെയല്ല, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയാൻ പറ്റും. ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്നതാണ് ബേണിംഗ് ബോൾ ടെക്നിക്ക്. അപ്പോൾ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റാൻ പറ്റും അല്ലേ. അപ്പം എന്താണ്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിലോട്ട് പോസിറ്റീവ് കാര്യങ്ങൾ എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നെഗറ്റീവ്സ് വന്നാൽ നിങ്ങളെ വലുതായിട്ട് ബാധിക്കില്ല. നെഗറ്റീവ് വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരുടെ ലൈഫിലും പല നെഗറ്റീവ് ചാലഞ്ചസും പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലേ. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചാലഞ്ചസ് ആയിട്ട് എടുത്ത് നിങ്ങൾക്കതിനെ ഫേസ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രത്യേകത. നമ്മൾ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ മൈൻഡിന് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, ആഹാരം കൊടുക്കുന്ന പോലെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു നെഗറ്റീവ് കണ്ടാൽ നിങ്ങൾ വിഷമിക്കുകയോ പിന്മാറുകയോ ഓടുകയോ ഒന്നും ചെയ്യില്ല. അതിനെല്ലാം നിങ്ങളൊരു ചാലഞ്ചായിട്ട് ഫേസ് ചെയ്യാൻ പഠിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത ലോ ഓഫ് അട്രാക്ഷൻ്റെ. ഓക്കെ, അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞു, എനർജി എന്താണെന്ന് പറഞ്ഞു, വൈബ്രേഷൻ എന്താണെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ചിന്തകളിൽ കൂടി ഒരു വൈബ്രേഷൻ പുറത്തേക്ക് പോവുകയും നമ്മുടെ ചുറ്റിനും ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇപ്പം നമുക്ക് കൂടുതൽ സന്തോഷം വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തകൾ അതാണെങ്കിൽ ആ സെയിം സന്തോഷത്തിൻ്റെ വൈബ്രേഷൻ, അതായത് സന്തോഷം നമ്മുടെ ചുറ്റിനും ഉണ്ട്, അതുമായിട്ട് പോയി ആ ഫ്രീക്വൻസി മാച്ച് ചെയ്ത് നമ്മുടെ ലൈഫിൽ വീണ്ടും സന്തോഷങ്ങളുണ്ടായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ ആ സെയിം അതിനുള്ള ഫ്രീക്വൻസി പോയി പ്രപഞ്ചത്തിൽ നമ്മുടെ ചുറ്റിനും നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാടുണ്ട്, അതുമായിട്ട് മാച്ച് ചെയ്ത് നമ്മുടെ ലൈഫിൽ അതെത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് നെഗറ്റീവ് വേണോ പോസിറ്റീവ് വേണോ എന്നുള്ളത്. ഓക്കെ, അപ്പം പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡ് എപ്പോഴും കാമായിട്ടും പോസിറ്റീവായിട്ട് വയ്ക്കാൻ പറ്റും. അത് വരും ദിവസങ്ങളിലുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.